ശ്രീധരൻ അവകാശപ്പെട്ട അതിവേഗ റെയിൽപാതയുടെ വിശദാംശങ്ങൾ അറിയാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും KV തോമസിനും മാത്രം. സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള V. അബ്ദുറഹ്മാന് പോലും ഒരു വിവരവും നൽകിയിട്ടില്ല. പദ്ധതിയുടെ ഭാഗമാകേണ്ട ധനമന്ത്രി KN ബാലഗോപാലിനും റവന്യൂ മന്ത്രി K. രാജനും പദ്ധതിയെക്കുറിച്ച് ഒന്നും അറിയില്ല. നമുക്കൊരു ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റമാണ്, അതാണ് സിൽവർ ലൈൻ എന്ന് പറയും. അപ്പോഴാണ് ശ്രീധരൻ്റെ ഈ പ്രപ്പോസൽ വരുന്നത്. ശ്രീധരൻ്റെ പ്രപ്പോസൽ CM കണ്ടിട്ടാണ് എൻ്റെ കയ്യിൽ വരുന്നത്. എൻ്റെ കയ്യിൽ നിന്നും റെയിൽവേ മിനിസ്ട്രിയിലേക്ക് പോകും. അത് ശ്രീധരൻ ഒരു നോട്ടായിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് കഴിഞ്ഞ 4/10/24 അദ്ദേഹം നോട്ട് CMന് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പൊന്നാനി പോയി ശ്രീധരനെ കാണുന്നത്. പിന്നീട് ഡീറ്റെയിൽ പ്രോജക്റ്റ് വന്നു, അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കൊടുത്തു. മുഖ്യമന്ത്രി എനിക്ക് തന്നു. ഞാനിത് കഴിഞ്ഞ ഫെബ്രുവരി 12 അത് റെയിൽവേ മന്ത്രി ഐശ്വര്യ വൈഷ്ണവിനെ കണ്ട് നേരിട്ട് കൊടുത്തു. ഈ ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ ആശയത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ടായി. സിൽവർ ലൈനുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിവേഗത്തിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകണം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം കേരളത്തിലെ ഗവൺമെൻറ്റിനില്ല. ഞങ്ങളും ചില ആശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ചില പുതിയ ആശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് യാതൊരു അറിവില്ല അല്ലേ? അല്ല, ഞാൻ പറഞ്ഞതാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. കോൺക്രീറ്റ് ആയ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം കോൺക്രീറ്റ് ആയിട്ട് വരട്ടെ, അപ്പോൾ അതിനെക്കുറിച്ച് പരിശോധിക്കാം. റഹീസ് റഷീദ് റെയിൽവേ മന്ത്രി കൂടിയായി കേന്ദ്രത്തിൽ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി അബ്ദുൾ റഹ്മാനാണ്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ അത് റവന്യൂ വകുപ്പ് മന്ത്രി അറിയണം. റവന്യൂ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല. ഇതിൽ 5000 കോടി അടക്കം കേരളം കൊടുക്കേണ്ടതാണ്. അക്കാര്യത്തിൽ ധനമന്ത്രിക്കും ഒരു വിവരവുമില്ല. മുഖ്യമന്ത്രി തന്നെ അറിഞ്ഞ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് KV തോമസ് മാഷ് മുഖാന്തരമാണോ ഈ പദ്ധതി പോയ റൂട്ട് മന്ത്രിമാരറിയാതെ? അരുൺകുമാർ, ശ്രീധരൻ അവകാശപ്പെട്ട അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാനത്ത് ആകെ അറിയാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ദില്ലിയിലെ കേരളത്തിന്റെ പ്രതിനിധിയായ KV തോമസിനും മാത്രമാണ്. കാരണം KV തോമസ് അക്കാര്യം മുഖ്യമന്ത്രിക്കും തനിക്കും അറിയാം എന്ന കാര്യം നമ്മളോട് പറയുകയും ചെയ്തു. ശ്രീധരൻ പറഞ്ഞ പ്രോജക്റ്റ് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും സംയുക്ത പ്രോജക്റ്റാണ്. അതിൽ 60% പണം സംസ്ഥാനവും കേന്ദ്രവും കൂടി പകുതി എടുക്കുകയും ബാക്കി 40% കടമെടുക്കുകയും ചെയ്യുക എന്നതാണ് ശ്രീധരൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് സംസ്ഥാനത്തെ ധനവകുപ്പ് മന്ത്രി അറിയണം. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി V. അബ്ദുറഹ്മാനാണ്. ഇത് സംബന്ധിച്ച ഒരു ഫയലും താനോ തന്റെ ഓഫീസോ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് ചെയ്യേണ്ടത് റവന്യൂ വകുപ്പാണ്. K. രാജനും തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അരുൺകുമാർ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.